ഈയിടെയായി നമ്മൾ ഏത് വഴിക്കൊക്കെയാണ് പോകുന്നതെന്ന് ആരൊക്കെയോ അറിയുന്നുണ്ട്. ഒരു നിമിഷം സോണിയുടെ കൈ സ്റ്റിയറിംഗ് വീലിൽ നിശ്ചലമായി. നമസ്കാരം സുഹൃത്തുക്കളെ, കൊലയാളിയുടെ 81-ാം ഭാഗത്തിലേക്ക് സ്വാഗതം. അമ്പലവയലിലേക്കുള്ള ആ രഹസ്യയാത്രയിൽ ഉമ്മച്ചൻ അറിഞ്ഞിരുന്നില്ല താൻ പിന്നിട്ട ഇരുണ്ട വഴികളേക്കാൾ അപകടകരമായ എന്തോ ഒന്ന് തന്നെ കാത്തിരിക്കുന്നുണ്ടെന്ന്. കേൾക്കാം കൊലയാളി 81-ാം ഭാഗം. റിസോർട്ട് നിർമ്മാണത്തിനു വേണ്ടി മുടക്കുന്ന പണം മുഴുവനും ഉമ്മച്ചൻ്റെ കൈവശമുണ്ടായിരുന്ന കള്ളപ്പണമാണ്. അത്രയും കള്ളപ്പണം മുടക്കിയാൽ ചിലപ്പോൾ ചോദ്യങ്ങൾ ഉണ്ടായേക്കാം. പണം ഉണ്ടാക്കാൻ കഷ്ടപ്പെട്ടത് താനാണെങ്കിലും അതെങ്ങനെ ഉണ്ടായി എന്ന് അധികാരികൾക്ക് പറഞ്ഞു കൊടുക്കണം പോലും. അതും ന്യായമായ വഴിയിലായിരിക്കുകയും വേണം. അതുകൊണ്ട് ബാങ്കിൽ നിന്നും ഒരു ലോൺ തരപ്പെടുത്തിയിട്ടുണ്ട്. ആവശ്യമുണ്ടായിട്ടല്ല എന്നറിയാമല്ലോ, ചുമ്മാ കണക്ക് കാണിക്കാൻ മാത്രം. ആ പണം ഉപയോഗിക്കാതെ തന്നെ കണക്കിൽപ്പെടാതെ കയ്യിലുള്ള തുക ഉപയോഗിച്ച് നിർമ്മാണം നടത്താനാണ് ഉമ്മച്ചൻ പദ്ധതിയിട്ടിരിക്കുന്നത്. പദ്ധതി നടപ്പിലാകണമെങ്കിലോ ആദ്യം ചർച്ചയ്ക്ക് വരുന്ന കമ്പനിക്കാരുമായി കരാറിലെത്തണം. അത് കഴിഞ്ഞ് പണത്തെപ്പറ്റി ചിന്തിച്ചാൽ മതി. കരാറിൽ എത്തിക്കഴിയുന്നതിന് മുൻപ് തന്നെ പിന്നീടുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയും അതിൻ്റെ നടത്തിപ്പിനെപ്പറ്റി ഒരു പദ്ധതി രൂപീകരിക്കുകയുമാണ് ഉമ്മച്ചൻ നേരത്തെ ചെയ്തത്. അതയാളുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതയാണ്. ഒരു കാര്യം തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ അവസാനം വരെയുള്ള കാര്യങ്ങൾ ആലോചിച്ചു വയ്ക്കും. കാര്യങ്ങൾ അതുപോലെ തന്നെ നടക്കാനാണ് സാധ്യത. അടുത്ത കാലങ്ങളിലായി താൻ വിചാരിക്കുന്നത് പോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. തടസ്സമായിട്ടുണ്ടായിരുന്നതെല്ലാം തട്ടി നീക്കിക്കഴിഞ്ഞു. ഇനി തൻ്റെ മുൻപിൽ തടസ്സങ്ങളൊന്നുമില്ല. വിശാലമായ 4 വരി പാത പോലെയാണ് തൻ്റെ ഭാവി ഇപ്പോൾ. എത്ര വേഗത്തിൽ വേണമെങ്കിലും പോകാം, എത്ര പതുക്കെ വേണമെങ്കിലും പോകാം. അന്ന് രാവിലെ യാത്ര പുറപ്പെടാൻ സമയം പോകുന്നത് എവിടെയാണെന്ന് ചോദിച്ച ഭാര്യ സാലമ്മയോട് ഉമ്മച്ചൻ ഒരു നുണയാണ് പറഞ്ഞത്. ഞാൻ പായിക്കാട്ടെ നമ്മുടെ ഫിനാൻസ് വരെ ഒന്ന് പോയി വരാം. കുറച്ച് കണക്കുകൾ നോക്കാനുള്ളതുകൊണ്ട് ഉച്ചയ്ക്ക് ഊണിൻ്റെ സമയത്ത് ഞാനിവിടെ വരില്ല. ഞാൻ വരാൻ വേണ്ടി നീ കാത്തിരിക്കുകയും വേണ്ട. ചിലപ്പോൾ വൈകുന്നേരം അവിടെ തന്നെ 1-2 സ്ഥലങ്ങളിൽ പോകാനുണ്ട്. കേട്ടല്ലോ? കൂടുതൽ കാര്യങ്ങൾ അങ്ങോട്ട് ചോദിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രയോഗമാണ് കേട്ടല്ലോ എന്നത്. ദീർഘകാല സമ്പർക്കം കൊണ്ട് ആ പറഞ്ഞതിൻ്റെ അർത്ഥം അവർക്ക് പെട്ടെന്ന് പിടികിട്ടി. ഞാൻ പറഞ്ഞത് അതുപോലെ അംഗീകരിച്ചു കൊള്ളണം. കൂടുതലൊന്നും ഇങ്ങോട്ട് ചോദിക്കണ്ട എന്ന രീതിയിൽ പറയുന്നതാണ് ആ വാക്ക്. വർഷങ്ങൾ കുറേ ആയല്ലോ ഒപ്പം കൂടിയിട്ട്. അതുകൊണ്ട് അവർക്ക് വ്യക്തമായി വിവരമറിയാം. അതനുസരിച്ച് തന്നെ അവർ പ്രവർത്തിക്കുകയും ചെയ്യും. അങ്ങനെ പറയുന്ന സാഹചര്യത്തിൽ അവർ കൂടുതലൊന്നും ചോദിക്കാറില്ല. പോവുകയോ വരികയോ എന്തു വേണമെങ്കിലും ആകാമല്ലോ. ഭാര്യയ്ക്ക് തൻ്റെ സംസാരം പൂർണ്ണമായും ഇഷ്ടപ്പെട്ടില്ല എന്ന് ഉമ്മച്ചനറിയാം. അങ്ങനെ അയാൾക്ക് തോന്നിയാലും അവരെ സമാധാനിപ്പിക്കുന്ന സ്വഭാവമൊന്നും അയാൾക്കില്ല. പണ്ട് മുതലേ അവർ അങ്ങനെ തന്നെയാണ്. അയാളുടെ താല്പര്യങ്ങളുമായും രീതികളുമായും അവർ പൊരുത്തപ്പെടുകയാണ് ചെയ്യുക. അല്ലാതെ അവരുടെ താല്പര്യങ്ങളുമായി അയാൾ ഒരിക്കലും പൊരുത്തപ്പെടാൻ പരിശ്രമിക്കാറില്ല. അതിനുവേണ്ടി അവർ നിർബന്ധം പിടിച്ചിട്ടുമില്ല. അതുകൊണ്ട് ഉമ്മച്ചൻ്റെ വീട്ടിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാറില്ല. യാത്ര പുറപ്പെടാൻ സമയം സോണി അപ്പനോട് ചോദിച്ചു.
അമ്മയോട് സത്യം പറഞ്ഞെന്നോർത്ത് എന്ത് കുഴപ്പമാണ്? നമ്മൾ അവിടെ പോകുന്നത് പലപ്പോഴും അമ്മയോട് കാര്യം പറഞ്ഞിട്ട് തന്നെയാണല്ലോ. ഇന്നെന്തോ കാര്യങ്ങൾ ഒളിക്കാനുള്ളതുപോലെ അമ്മയോട് കള്ളത്തരം പറഞ്ഞു പോവുകയല്ലേ ചെയ്തത്? പായിക്കാട്ടേക്കല്ല, പോകുന്നത് അമ്പലവയലിലേക്കാണെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ചിന്തിച്ചിട്ട് യാതൊരു കുഴപ്പവുമുണ്ടെന്ന് തോന്നുന്നില്ല. അതല്ലടാ, ഈയിടെയായിട്ട് നമ്മൾ ഏത് വഴിക്കൊക്കെയാണ് പോകുന്നതെന്ന് ആരൊക്കെയോ അന്വേഷിക്കുന്നതായി എനിക്കൊരു സംശയം. എനിക്ക് സംശയം തോന്നി തുടങ്ങിയിട്ട് കുറേ നാളായി. അമ്മയിൽ നിന്നാണ് വിവരങ്ങൾ പോകുന്നത് എന്നെനിക്കറിയാം. അവൾ നമുക്ക് ദോഷം വരാൻ വേണ്ടി ചിന്തിച്ചു ചെയ്യുന്നതല്ല. അവൾ ആളൊരു ശുദ്ധ മനസ്കയാണ്. അറിയാവുന്ന കാര്യങ്ങൾ അവൾ വിശ്വസിക്കുന്ന ആളുകളോടൊക്കെ പറയും. എല്ലാവരും അവളുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുമെന്നാണ് അവളുടെ വിചാരം. അങ്ങനെ ആയിരിക്കില്ല എന്നാണ് തൻ്റെ അനുഭവം. അതുകൊണ്ട് ചില കാര്യങ്ങൾ താൻ അവളിൽ നിന്നും ഒളിച്ചു വയ്ക്കും. അത് അവൾക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇന്നിപ്പോൾ പായിക്കാട്ടേക്കല്ലായിരിക്കും പോയതെന്ന് അവൾക്കറിയാം. പക്ഷേ എവിടേക്കാണെന്ന് കൃത്യം അറിയത്തില്ലാത്തതുകൊണ്ട് മറ്റ് ആരോടും പറയില്ല. ആരെങ്കിലും ചോദിച്ചാൽ തന്നെ പായിക്കാട്ടേക്ക് പോയി എന്നേ പറയൂ. അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞതിൻ്റെ പിന്നിലെ കാര്യം. ആരും നമ്മളെ അന്വേഷിച്ചു വരാതിരിക്കുന്നതാണ് നല്ലത്. ചെയ്യാൻ പോകുന്ന കച്ചവടത്തിൽ കള്ളത്തരം ഒന്നും ഇല്ലെങ്കിൽ പോലും മുടക്കുന്ന പണം കണക്കിൽപ്പെടാത്തതാണല്ലോ. അതുകൊണ്ട് സൂക്ഷിക്കാനുള്ളത് നമ്മൾ സൂക്ഷിക്കുന്നതാണ് നല്ലത്. അപ്പൻ കൊടുത്ത വിശദമായ ഉപദേശങ്ങളൊക്കെ കേട്ടുകൊണ്ട് സോണി സ്റ്റിയറിംഗ് വീലിൽ താളം പിടിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നു. ഡ്രൈവറെ പോലും കൂട്ടാതെയുള്ള ഈ യാത്ര ആർക്കും സംശയം തോന്നാതിരിക്കുന്നതിനു വേണ്ടി തന്നെയാണ്. യാത്രയിലുടനീളം അവരോരോരുത്തരും അവരവരുടെ ലോകത്തിലൂടെ, ചിന്തകളിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. കഴിഞ്ഞു പോന്ന ജീവിതത്തിലെ പല കാര്യങ്ങളും ഉമ്മച്ചൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. ചെയ്യാൻ പാടില്ല എന്ന് വിചാരിച്ചിരുന്നതും മാതാപിതാക്കന്മാരും ഗുരുക്കന്മാരും ചെയ്യരുതെന്ന് ഉപദേശിച്ചിരുന്നതുമായ പല കാര്യങ്ങളും താൻ ചെയ്തിട്ടുണ്ട്. തിരുത്താൻ കഴിയാത്ത പല തെറ്റുകളും തൻ്റെ ഭാഗത്തു നിന്നും വന്നിട്ടുമുണ്ട്. അതിലൊന്നും ഒരു കുറ്റബോധവും നാളിതുവരെയും തനിക്ക് തോന്നിയിട്ടില്ല. ഇനി എന്നെങ്കിലും അതിനെപ്പറ്റി തിരുത്തി ചിന്തിക്കാൻ തോന്നുമോ എന്ന് പറയാൻ കഴിയില്ല. കഴിഞ്ഞുപോയതോർത്ത് വെറുതെ ദണ്ണിക്കാൻ പാടില്ല എന്നാണ് മാതാപിതാക്കൾ പഠിപ്പിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ പുതിയതായി തുടങ്ങാൻ പോകുന്ന റിസോർട്ട് ഇടപാടിന് വേണ്ടി മുടക്കുന്ന പണം നഷ്ടപ്പെടാതെ തിരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. സോണി ഇതിനു മുൻപ് ചെയ്ത 1-2 കച്ചവടങ്ങൾ പൊളിവായിരുന്നു. കാര്യമായ പരിക്കുകൾ പറ്റാതെ രക്ഷപ്പെട്ടു എന്ന് മാത്രം. ഇനിയിപ്പോൾ ഈ പ്രസ്ഥാനം എങ്ങനെ വിജയിപ്പിക്കുമോ ആർക്കറിയാം. അതിനായി കാര്യമായി അധ്വാനിക്കാനൊന്നും ഇനി തന്നെ കൊണ്ട് കഴിയില്ല. ഇനിയിപ്പോൾ പന്ത് അവരുടെ കോർട്ടിലേക്ക് ഇട്ടുകൊടുക്കാനേ കഴിയുകയുള്ളൂ. അത് ചെയ്യേണ്ട കാലമായി കഴിഞ്ഞു. അവർ കളിക്കട്ടെ. തനിക്ക് ഇനി കരയിലിരിക്കുന്നതാണ് നല്ലത്, വെറും കാഴ്ചക്കാരനായി. അപ്പൻ എന്തോ ഗഹനമായ ചിന്തയിലാണല്ലോ. ഇത്ര ഗാഢമായി ചിന്തിക്കാൻ മാത്രം നമുക്കെന്താ പ്രശ്നങ്ങളുള്ളത്? കാര്യമായി ഒന്നും ഇല്ലല്ലോ. അല്ലെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴേക്കും ഭയപ്പെടുന്നയാളല്ലല്ലോ അപ്പൻ. പരാജയത്തിനെപ്പറ്റി ചിന്തിക്കുക പോലും ചെയ്യുന്ന സ്വഭാവമില്ലല്ലോ. പിന്നെ ഇപ്പോൾ എന്താ ഒരു മനം മാറ്റം? ഒന്നുമില്ലടാ, വെറുതെ ഇരുന്നപ്പോൾ കഴിഞ്ഞ കാലങ്ങളൊക്കെ ഒന്ന് ഓർത്തു. ചെയ്തതെല്ലാം ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമായിരുന്നില്ലല്ലോ. അതൊക്കെ ഒന്ന് ഓർത്തു. പലരുടെയും കണ്ണുനീർ നമ്മുടെ നേട്ടത്തിന് പിന്നിലുണ്ട്. അവരുടെ മുഖങ്ങളും ഓർമ്മയിൽ വന്നു.
അതായിപ്പോയി ഇപ്പോൾ വലിയ കാര്യം. ഒന്ന് ചെയ്യാതെ ഒന്നിന് വളമാവില്ല എന്ന് അപ്പൻ തന്നെയല്ലേ പറയാറ്? കാരണവന്മാരുടെ കാലം മുതലേ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ പിന്നെ ചീഞ്ഞുപോയതിനെ ഓർത്ത് നമ്മൾ വിഷമിക്കുകയൊന്നും വേണ്ട. വളമായതിനെപ്പറ്റി മാത്രം ചിന്തിക്കുക. അപ്പോൾ യാതൊരു തരത്തിലുള്ള വിഷമവും നമുക്ക് ഉണ്ടാവുകയില്ല. നമ്മൾ വളരണമായിരുന്നു, നമ്മൾ വളർന്നു. അതിന് ആരെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ അത് അവരുടെ യോഗം, അത്ര തന്നെ. ഇവൻ്റെ കയ്യിൽ താൻ നേടിയ സമ്പത്ത് ഭദ്രമായിരിക്കും, ഒരു സംശയവും വേണ്ട. താൻ ചിന്തിച്ച അതേ വഴിയിൽ അതിനേക്കാൾ കുറച്ചുകൂടി രൂക്ഷമായിട്ടാണ് ഇവൻ്റെ ചിന്ത. തൻ്റെ കയ്യിൽ താൻ കാരണം തകർന്ന കുറച്ചു കുടുംബങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവൻ്റെ കാലത്ത് എത്ര എണ്ണമായിരിക്കും നശിക്കാൻ പോകുന്നത്? ആർക്ക് എന്തു വന്നാലും അതെല്ലാം ഉമ്മച്ചൻ്റെ കുടുംബത്തിലേക്ക് നേട്ടമായി തന്നെ വരുമല്ലോ എന്ന് ഓർക്കുമ്പോൾ സന്തോഷിക്കാനല്ലാതെ മറ്റൊന്നുമില്ല. വയനാടൻ ചുരം ഉമ്മച്ചന് എന്നും ഹരമാണ്. ഒരിക്കൽ അടിവാരത്തായിരുന്ന താനാണ് പലർക്കും സൈഡ് കൊടുത്തും ചിലരെയൊക്കെ ഇടിച്ചിട്ടും ചിലരെയൊക്കെ കൊക്കയിലേക്ക് തള്ളിയുമാണ് ഇവിടെ എത്തിയത്. പിൻവളവുകളും ചെരിവുകളും എല്ലാം കയറി കയറി ഇപ്പോൾ വളർച്ചയുടെ 9ാം വളവും കഴിഞ്ഞിരിക്കുന്നു. തിരിഞ്ഞു നോക്കിയാൽ താൻ ആദ്യം പുറപ്പെട്ട അടിവാരം അങ്ങ് താഴെ കാണാം. ഈ മാർഗങ്ങൾ ഒന്നും സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ താൻ ഇപ്പോഴും അവിടെ തന്നെ കാണുമായിരുന്നു, ഒരു ഗതിയും പരഗതിയുമില്ലാതെ. അങ്ങനെ നോക്കുമ്പോൾ തൻ്റെ വളർച്ചയ്ക്ക് എന്തെല്ലാം തടസ്സങ്ങൾ അതിജീവിക്കേണ്ടി വന്നാലും അതൊന്നുമല്ല പ്രധാനം, തൻ്റെ വളർച്ച തന്നെയാണ്. വളർച്ചയുടെ ലക്കിടിയിൽ എത്തിയവൻ അവിടെ നിന്നും താൻ ആരംഭിച്ച അടിവാരത്തേക്ക് പോകാൻ തയ്യാറാവില്ല. അത് താനെന്നല്ല, ആരായാലും തയ്യാറാവില്ല. അതുകൊണ്ട് ചെയ്തതൊക്കെയും തനിക്ക് ശരിയെന്ന് തോന്നിയത് മാത്രം. ഇനി ചെയ്യാൻ പോകുന്നതും തൻ്റെ കാഴ്ചപ്പാടിൽ ശരി തന്നെ. ഉമ്മച്ചൻ സീറ്റിലേക്ക് ചാരിക്കിടന്ന് കണ്ണടച്ചു. സോണി അപ്പോഴും ഏതോ സംഗീതം ഹെഡ്ഫോണിലൂടെ കേട്ടുകൊണ്ട് സ്റ്റിയറിംഗ് വീലിൽ താളം പിടിച്ച് മുന്നോട്ട് നീങ്ങുകയായിരുന്നു. ഒരു നിശ്ചിത അകലം പാലിച്ചുകൊണ്ട് അവർക്ക് പിന്നിൽ ഒരു വാഹനം കൂടി വരുന്നുണ്ടായിരുന്നു. അതൊരു സാധാരണ സംഭവമാണോ? അവരുടെ വാഹനം അമ്പലവയലിനെ ലക്ഷ്യമാക്കി മുന്നോട്ട് നീങ്ങി. പക്ഷേ അവർ ശ്രദ്ധിച്ചിരുന്നില്ല, കുറേ പിന്നിലായി അതേ വേഗത്തിൽ മറ്റൊരു വാഹനം കൂടി ഓരോ വളവും തിരിഞ്ഞ് അവരെ പിന്തുടരുന്നുണ്ടായിരുന്നു. ആരായിരിക്കും അവരെ പിന്തുടരുന്നത്? റിസോർട്ട് പദ്ധതിയുടെ രഹസ്യം പുറത്തായോ? അതോ പഴയകാല ശത്രുക്കളോ? അടുത്ത ഭാഗം നഷ്ടപ്പെടുത്താതിരിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്താൽ വളരെ നല്ലത്. ഓക്കേ.